ഈടാക്കിയ പിഴ 53.45 ലക്ഷം രൂപയാണ്. വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിട്ട് ഈ പരിശോധന മോഡിഫിക്കേഷനുകൾ നിയമവിരുദ്ധമാണ്. ഓപ്പറേഷൻ ധാറിലൂടെ കൊച്ചിയിൽ ഈടാക്കിയ പിഴ 53.45 ലക്ഷം രൂപയാണ്. സൈലൻസർ ഘടിപ്പിച്ച വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയത് 26,45,000 രൂപയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓപ്പറേഷൻ ധാർ എന്ന പേരിൽ കൊച്ചിയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 53 ലക്ഷത്തിലധികം രൂപയുടെ പിഴ ഈടാക്കിയതായി മോട്ടോർ വാഹനം. 2 ലക്ഷം രൂപയോളം ചെലവാക്കി അധിക ഫിറ്റിംഗ്സ് നടത്തിയ വാഹനമാണ് പിടികൂടിയത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും ചെയ്തു. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. നമുക്ക് വേണ്ടത് ഏകദേശം 15 ജീപ്പ് നമുക്ക് ഓഫ് റോഡ് ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ജീപ്പ് നമ്മുടെ റോഡുകൾ നമുക്ക് തരാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചാൽ അവർ 15 ജീപ്പുകൾ കിട്ടും. നമ്മളുടെ നാട്ടില് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഫോഴ്സിന്റെ കൂടെ യാതൊരുവിധ ഇൻവിറ്റേഷനും ഇല്ലാതെ സ്വയം ഇറങ്ങിപ്പോവുന്ന ആൾക്കാരാണ് ഈ ഓഫ് റോഡ് ക്ലബിലത്തെ മെമ്പേഴ്സും അവരുടെ വണ്ടികളും. അതായത് 2 ആഴ്ച മുമ്പ് വരെ ഓപ്പറേഷൻ താർ എന്നുള്ള പേരിൽ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് ഫൈൻ അടിച്ച് മുടിപ്പിച്ച ഒരു സമൂഹമാണ് ഞങ്ങൾ. ഇതുവരെയുള്ള എല്ലാവിധ ഗവൺമെന്റും ഇതിന്റെ പേരിൽ എത്ര പൈസ വസൂലാക്കാം എന്നല്ലാതെ ഇതിനെ എങ്ങനെ ലീഗലൈസ് ചെയ്യാമെന്നുള്ള ഒരു നിയമനിർമ്മാണവും നടത്തിയിട്ടില്ല. ഒരു അല്പൻ യൂട്യൂബർ അവൻ ചെയ്ത വിവരക്കേടിനെ ഒരു സമൂഹത്തിനെ മൊത്തമാണ് നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഫൈൻ അടച്ച് ഊറ്റി കുടിച്ചതെന്ന് തന്നെ പറയാം. അത്രയും നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. ഞങ്ങളൊക്കെ പോലെയുള്ള ആൾക്കാർ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുമ്പിട്ട് ഇറങ്ങിക്കുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ഇത് ഫൈൻ അടിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇത് ലീഗലൈസ് ചെയ്യാനുള്ള നിയമനിർമ്മാണങ്ങൾ അതാണ് പുറത്തുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നുള്ളത്. അവർക്കൊക്കെ അറിയാം ഇത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് മാത്രമാണ് ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതൊന്ന് ലീഗലൈസ് ചെയ്തിട്ട് അതിന്റെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കണമെന്ന് വിനീതമായിട്ടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.